ഗൈസ് വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ക്യാബേജ് തോരൻ ഉണ്ടാക്കാം. ഞാൻ ഈ ക്യാബേജിൻ്റെ കൂടെ കുറച്ച് ബീൻസും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ ഒരു തോരൻ ഉണ്ടാക്കുന്നതാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് വേണ്ടി ഒരു പാൻ എടുത്ത് വെക്കുക. ഇത് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്, വറ്റൽമുളക് ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഈ പാൻ ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഇത് ഞാൻ എൻ്റെ ഒരേ ഒരു അയൺ പാൻ. നമ്മുടെ പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഇനി നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് കടുക് ആഡ് ചെയ്യാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇടാം. ആൻഡ് ഞാനൊരു നുള്ള് ഉലുവ ഇടുന്നുണ്ട് കേട്ടോ, ഓപ്ഷണലാണ്. പിന്നെ വേണമെങ്കിൽ ഉഴുന്ന പരിപ്പിടാം താല്പര്യമുള്ളവർക്ക്. ദെൻ കറിവേപ്പില, വറ്റൽമുളക്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഇതും ഓപ്ഷണലാട്ടോ, ഞാൻ ഈ ഒരു ഗാർലിക്കും ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷണൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ആൻഡ് ഉള്ളി ഇതെല്ലാം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്താൽ പച്ചമണം മാറുന്നവരെ നമ്മൾ സ്റ്റിർ ചെയ്യേണ്ടതാണ്. ഓക്കെ, ഞാനിതിലേക്ക് കല്ലുപ്പൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴറ്റുക. ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കൊടുക്കുക. സോ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഇതിലേക്ക് ക്യാബേജ് ആഡ് ചെയ്യാണ്. ഞാൻ കുരുകുരാന്ന് അരിഞ്ഞ് വെച്ച ക്യാബേജ് ആൻഡ് ഓൾസോ ഞാനിതിൽ ബീൻസും ഇടുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഞാനിന്ന് ബീൻസാണ് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് നന്നായിട്ട് ഒന്ന് വഴറ്റാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒന്ന് താളിച്ച് അടച്ച് വെക്കാവുന്നതാണ്. പിന്നെ ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തിട്ട് വീണ്ടും കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് ഒന്ന് വഴറ്റിയെടുക്കാം. ഓറഞ്ചും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ കളറായേനെ. ഉണ്ടെങ്കിൽ ക്യാരറ്റ് ഇല്ല, അല്ലെങ്കിൽ ഞാനിത് ആഡ് ചെയ്തേനെ. അപ്പം ഇത് ലൈക്ക് സാഫ്രൻ വൈറ്റ് ആൻഡ് ഗ്രീൻ ആ ഒരു കോമ്പിനേഷനായി. സോ നന്നായി സ്റ്റർ ചെയ്യണം. ഞാൻ ഇനി ഇതിലേക്ക് ഒരു മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായി സ്റ്റർ ചെയ്യാം. എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിക്കാവുന്നതാണ്. ഓക്കെ, സോ എനിക്ക് തോന്നുന്നതൊരു 10 മിനിറ്റ്സ് മാക്സിമം. പിന്നെ അത് കഴിയുമ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ തിരുമ്മി ഇതിലേക്ക് ഇടാവുന്നതാണ്. അത് ഓപ്ഷണൽ, ഞാനിവിടെ തേങ്ങ ഇടുന്നില്ല. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ ഇനിയും കുറച്ചും കൂടെ സ്വാദ് കൂടും. നുള്ളു കൈവെള്ളമൊക്കെ തളിച്ചിട്ട് ഇങ്ങനെ ഞാൻ മൂടി വെക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. സോ നമ്മുടെ ക്യാബേജ് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് കുറച്ച് നേരം ഒന്ന് വഴട്ടാം. ഓക്കെ, സോ ഒരു 10 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. സോ അപ്പോൾ ഇതൊരു ഈസി റെസിപ്പി അല്ലേ? ദാറ്റ് ഇസ് ക്യാബേജ് ആൻഡ് ബീൻസ് തോരൻ. ഇറ്റ്സ് എ മിക്സ്. യു ക്യാൻ ആഡ് ക്യാരറ്റ് ഓൾസോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്തത് ബീൻസാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ.